ന്യൂനമർദ്ദമായി മാറിയ ഡിഡ്വ ചുഴലിക്കാറ്റ് ദുർബലമായി. പക്ഷേ തമിഴ്നാടിന്റെ തീരമേഖലകളിൽ ഇപ്പോഴും മഴ തുടരുകയാണ്. തിരുവള്ളൂരിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. ചെന്നൈ പുരസവാക്കത്ത് കെട്ടിടം ഇടിഞ്ഞു വീണ് 3 പേർക്ക് പരിക്കേറ്റു. ശ്രീലങ്കയിൽ മരണം 465ആയി. ഇന്ന് രാവിലെ 5:30 മുതലാണ് ന്യൂനമർദ്ദം ദുർബലമായി തുടങ്ങിയത്. തീരദേശ മേഖലകളിൽ ഇടവിട്ടുള്ള മഴ തുടരുകയാണ്. തിരുവള്ളൂർ ജില്ലയിലും ഇതിനോട് ചേർന്നുള്ള വടക്കൻ തമിഴ്നാടിന്റെ പ്രദേശങ്ങളിലും റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. ചെന്നൈ, കാഞ്ചീപുരം, ചെങ്കൽപ്പേട്ട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. 16 ജില്ലകളിലും കാരക്കലിലും യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു. ചെന്നൈ പുരസവാക്കത്ത് കെട്ടിടമിടിഞ്ഞു വീണ് 3 പേർക്ക് പരിക്കേറ്റു. ഡിറ്റ്വ നാശം വിതച്ച ശ്രീലങ്കയിൽ മരണം 465ആയി. 366 പേരെ കാണാനില്ല. 1441 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 2,33,015 പേർ കഴിയുന്നു. 565 വീടുകൾ പൂർണ്ണമായി തകർന്നു. 20,271 വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. രാജ്യത്ത് രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. 24 ചെന്നൈ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.